ഇങ്ങനെയുള്ള മനുഷ്യസ്നേഹികളെ നാം കാണുന്നുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടികളോ ഏത് സംഘടനകളോ ഒക്കെ ആയിക്കോട്ടെ. പക്ഷെ ആ സന്നദ്ധ പ്രവർത്തകരുടെ സംഘടന ഏതാണെന്ന് കൂടി പറയാം. SKSSFന്റെ സംഘടനകൾ പരിശോധന നടത്തുകയാണ്. അവിടെ ഡോഗ് സ്ക്വാഡ് ഉടൻ എത്തും. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. സംഗീത്, മൃതദേഹത്തിന്റെ ദുർഗന്ധം വരുന്നു എന്നതുകൊണ്ട് അവിടെ സന്നദ്ധ സംഘടനകൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും വീടിന്റെ ഭാഗമാണോ, അവശിഷ്ടങ്ങൾക്കിടയിലാണോ തിരയുന്നത്? വിനു, ഇപ്പോൾ വീട് നേരത്തെ നിന്നിരുന്ന ഒരു പ്രദേശത്തിന്റെ തൊട്ടു താഴ്ഭാഗത്താണ്. അതായത് ഒരു വീട്ടിൽ 6 പേരുണ്ടായിരുന്നിടത്ത് വീട്ടിന്റെ തൊട്ടു താഴ്ഭാഗത്ത് 3 പേരെ കാണാതായ ഒരു സ്ഥലമാണ് ഇവിടം നേരത്തെ ഒരിക്കൽ പരിശോധന നടത്തിയതാണ്. ഇവിടെ അന്ന് അപ്പോൾ സന്നദ്ധ സംഘടന പ്രവർത്തകർക്കോ അതോടൊപ്പം NDRF അടക്കമുള്ള ആർമി അടക്കമുള്ളവർ ഇവിടെ ഒരിക്കൽ പരിശോധന നടത്തിയതാണ്. പക്ഷെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ഇപ്പോൾ വീണ്ടും സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കൊപ്പം ഫയർഫോഴ്സ്, പോലീസ് അടക്കമുള്ള സംശയകരമായ സാഹചര്യം അവിടെ ഉണ്ട്. അത്തരത്തിൽ പരിശോധന വേണം എന്ന് ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ സന്നദ്ധ സംഘടനയുടെ പേര് കൂടി പറയാം. കാരണം ഇങ്ങനെയുള്ള മനുഷ്യസ്നേഹികളെ നാം കാണുന്നുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടികളോ ഏത് സംഘടനകളോ ഒക്കെ ആയിക്കോട്ടെ. പക്ഷെ ആ സന്നദ്ധ പ്രവർത്തകരുടെ സംഘടന ഏതാണെന്ന് കൂടി പറയാം. SKSSFന്റെ സംഘടനാ പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. SKSSFന്റെ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇവിടെ ഈ പ്രവർത്തനം നടത്തുമ്പോൾ മുണ്ടക്കൈ മുതൽ താഴേക്ക് ചൂരൽമലയുള്ള വരെയുള്ള ഈ കിലോമീറ്ററുകൾ ദൂരം പല സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സഹായത്തോടെ